കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യമായിരുന്നു, ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും കണ്ട ഒരു കാര്യമായിരുന്നു. പേരാമ്പ്രയിലെ ഒരു വോട്ടിംഗ് ബൂത്ത് തുറന്നിരുന്ന ഒരു കാര്യം തന്നെ. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏപ്രിൽ 9-നാണ് നമ്മൾ ഇലക്ഷൻ നടത്തിയത്. അതെ, നമ്മളെല്ലാം വോട്ട് രേഖപ്പെടുത്തിയത് 9-നാണ്. അതിന്റെ റിസൾട്ട് ശരിക്കും വരേണ്ടത് മെയ് 4-നാണ്. ഇപ്പൊ ഈ മെയ് 4-നാണ് ശരിക്കും പറഞ്ഞ സ്ട്രോങ് റൂം തുറക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നിർദ്ദേശപ്രകാരം വേണം. ഇത് യാതൊരു നിർദ്ദേശപ്രകാരം ഇല്ലാതെ ഒരു ഡയറി അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് തുറക്കണത് ശ്രീപ്രിയയുടെ ഭാഗത്തുനിന്ന് ആലോചിച്ച് നോക്കി, അത് ന്യായമായ കാര്യമാണോ? ശരിക്കും പറഞ്ഞൊരു ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. ശരിക്കും ഒരു റീസൺ വേണം. ഈ ഒരു ഡയറി വെച്ചൊന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തുറക്കേണ്ട കാര്യമൊന്നും നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ ഈ നോർത്ത് ഇന്ത്യയിലേക്ക് ആണെങ്കിൽ ഇവരെന്ത് പേരാക്കി പറയാം? വോട്ട് ചോരി, അല്ലാതെ എന്ത്? അപ്പൊ ആ വോട്ട് ചോരിക്കെതിരെ ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഫാത്തിമ തകളിയ എന്നൊരു സ്ഥാനാർത്ഥിയാണ്, പേരാമ്പ്ര UDF സ്ഥാനാർത്ഥിയാണ് രംഗത്ത് വന്നതും പ്രതികരിച്ചത്. ഇവിടെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി, അതായത് CPM എന്നൊരു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായത് നമ്മൾ കണ്ടോ? ഇല്ല ഇല്ല. സംഭവം എന്തെങ്കിലും സീൻ ഉണ്ടാക്കിയോട്ട് തന്നെ സമരവും അതും ഇതും ഒക്കെ ചുറ്റിപ്പറ്റി വളഞ്ഞ് ഇല്ലാതാക്കുക ചെയ്യുന്ന ഒരു ടീമാണ് ഈ CPM. ആ ഒരു CPM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സൈലന്റ് ആയിട്ടായിരുന്നു. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ മുൻകൂറായിട്ട് അറിയിക്കണം എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ആ ഒരു രാവിലെ തന്നെ, അതായത് 9 സമയത്താന്ന് തോന്നുന്നു, ഈ ഒരു ഏജന്റിനെ വിളിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥികളെ ഏജന്റിനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്ട്രോങ് റൂം തുറക്കാൻ പോവുകയാണ്, അല്ല മെറ്റീരിയൽ റൂം തുറക്കാൻ പോവാണെന്നാണ് ഇവർ പറഞ്ഞത്. മെറ്റീരിയൽ റൂം തുറക്കാൻ പോകണം, അപ്പൊ നിങ്ങളുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. ശരിക്കും ഇന്നൊരു 11:30 തുറക്കുമ്പോ രാവിലെ 8:00-ക്കോ 9:00-ക്കോ വിളിച്ചിട്ട് നിങ്ങൾ അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമാണ്? നടക്കണ കാര്യമാണോ അത്? അതും ഈ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ പ്രബുദ്ധരുള്ള ഈ നമ്മുടെ കേരളത്തിലും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ ഇന്നലെ, അതായത് 19-ാം തീയതി വരെ നടക്കുന്ന കാര്യമല്ല, പക്ഷെ ഇന്നലെ വരെ നടക്കും എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വോട്ട് ചോരിയോട് സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിട്ട് ഇത് ശരിക്കും രംഗത്ത് വരേണ്ടതല്ലേ? തീർച്ചയായിട്ടും വരേണ്ടതാണ്. ഇതുവരെ യാതൊരുവിധ അനക്കങ്ങളും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ? അതേസമയത്ത് നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ കണ്ടതാണ്, ഏതോ ഒരു സ്ഥലത്ത് രാത്രി വോട്ടിംഗ് മെഷീൻ ഡമ്മിയായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിച്ചു, ഞങ്ങൾ അതിസാഹസികമായിട്ട് അവരെ പിടിച്ചു എന്നൊക്കെ ഇവര് പറഞ്ഞ് നമ്മൾ ന്യൂസൊക്കെ കണ്ടതാണ്. അപ്പൊ എന്തെങ്കിലും എപ്പോഴും വടക്ക് നോക്കിയിരിക്കുന്ന നോക്കുകുത്തികളോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ വടക്ക് നോക്കി യന്ത്രങ്ങൾ എപ്പോഴും പറയുകയും ചെയ്യും വടക്കിൽ മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ എന്ന് പറയുന്നവര്. നമ്മുടെ ഈ ദൈവത്തിന് സ്വന്തമായി കേരളത്തില് ഇന്നലെ ഈ സംഭവം നടന്നു എന്നിട്ടും പ്രതികരിച്ചിട്ടില്ല. ഉദാഹരണത്തിന് നമ്മുടെ CPM തന്നെ മൗനമായിട്ടാണ് പറയുന്നത്. ഈ വോട്ട് ചോരിക്കെതിരെ CPM ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ടീമാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യ വിരുദ്ധ തന്നെയാണ് കാണിച്ചത്. അല്ലെങ്കിൽ ഇത്രയും വോട്ട് ചെയ്ത, ജനാധിപത്യത്തെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ഓരോ ജനങ്ങളെയും വിശ്വാസത്തെ തകർത്ത് കളയുന്ന രീതിയാണ് ഈ കാണിച്ചത്. ഇപ്പൊ നാളെ നമ്മളിപ്പോ ആരൊരാള് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആര് ജയിക്കണം എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾക്ക് ആര് വോട്ട് ചെയ്യണം എന്നൊരു അഭിപ്രായം നമ്മളുണ്ടാകും. ആ അഭിപ്രായത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖയാണ് ആ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ആ സൂക്ഷിച്ചിരിക്കുന്ന രേഖ യാതൊരു മുൻവിധിയും ഇല്ലാതെ രാവിലെ 9:00-ക്ക് ഞാൻ വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ ഇത് തുറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വന്ന് തുറന്നു കഴിഞ്ഞാൽ, അതായത് ഒരു മെയിൽ അയച്ചിട്ടില്ല, ഉടനെ ഫോൺ സന്ദേശം മാത്രമേ ലഭിച്ചുള്ളൂ. എന്തിനാണ് തുറക്കുന്നതെന്ന് കൂടി ഏജന്റ് അറിയേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അറിയേണ്ട കാര്യമുണ്ട്. സ്ഥാനാർത്ഥി വരണം, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ഏജന്റ് ആരുടെയെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായ തഹ്ലിയ താഴത്ത് വന്നിട്ട് ആ സ്ഥാനാർത്ഥി ഉള്ളിലേക്ക് കയറ്റി വിട്ടില്ല എന്നാണ് പറയുന്നത്. അത് ശരിയായ നടപടിയാണോ? ശരിയായ നടപടിയല്ല, തെറ്റായ നടപടിയാണ്. അതെ, ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്ക് ആണെങ്കിലും അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് താൻ മത്സരിക്കുന്ന ആ ഒരു മണ്ഡലത്തില് ഒരു സ്കൂളിലാണ്. ആ സ്കൂളിന്റെ പേര് JTT അങ്ങനെ ഇസ്ലാമിക അങ്ങനെ എന്തോ ഒരു സ്കൂളാണ്. സ്കൂൾ എന്തോ ആവട്ടെ, കാരണം നമ്മുടെയൊക്കെ വോട്ട് ചെയ്തേക്കുന്ന എല്ലാം സ്ട്രോങ് റൂം സൂക്ഷിക്കുന്ന ഏതൊക്കെ സ്കൂളുകളിലാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഒരു സേനയും അവിടെയുണ്ട്. പക്ഷേ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ പോലീസാണ് അവിടെ വന്നിരുന്നെങ്കിൽ അവർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും തടയാനും പറ്റുകയില്ല. അവരുടെ വിചാരം എന്താണ്, മതിയായ രേഖകളുടെ കൈവശമുള്ളത് കൊണ്ടാണ് വന്നതെന്നാണ് വരുത്തിയിരിക്കുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ഈ ഒരു പോലീസിനും നമുക്ക് എന്താ പറയേണ്ടത്, കാരണം നിയമം കാത്തു സൂക്ഷിക്കേണ്ടത് തന്നെ ഇതിനൊക്കെ കരുവാകുമ്പോൾ ഇവിടെ ജനാധിപത്യമായ ഇന്ത്യയിൽ ജനാധിപത്യത്തോടുള്ള വിശ്വാസ്യത കുറയുകയാണ് കൂടുകയാണ് ജനങ്ങൾക്ക് ചെയ്യുക? തീർച്ചയായിട്ടും കുറയാണ്. കുത്തനെ ഇടിഞ്ഞു വന്നിരിക്കുകയാണല്ലോ ഇപ്പൊ. അതെ,
ഒന്നാമത്തെ കാര്യം ഇവിടെ തന്നെ കൂടുതൽ കുറെ എലാബറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഫോഴ്സ് ചെയ്ത് ജനാധിപത്യത്തെ തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ആൾക്കാർ പറയുമ്പോൾ 10-60 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ആണ് തന്നെയാണ് കോൺഗ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ആണ് കോൺഗ്രസ് എന്ന് തന്നെയാണ് ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ആ 60 വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഭരണാധിപത്യത്തെ തച്ചുടച്ചുകൊണ്ടാണ് ഇവിടെ BJP അധികാരത്തിൽ 2014 കയറിയത്. ആ കയറി കഴിഞ്ഞ ശേഷം വിജയിച്ച അന്ന് നാൾ മുതൽ തന്നെ കോൺഗ്രസ് അധികാരമില്ലാതെ എന്താ പറയുക ദുരാത്മാവായിട്ട് അലയുകയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, ഓരോരോ പ്രാവശ്യം വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഓരോരോ പ്രാവശ്യം രംഗത്ത് വരുന്ന ഒരാളുണ്ട്. ആരാണ്? രാഹുൽ ഗാന്ധി. രംഗത്ത് വരിക മാത്രമല്ല വോട്ട് ചോരിയാന്ന് പറയും. എന്തിനാ? ഡൽഹിയില് എന്താ പറയാ എന്തൊരു അന്തരീക്ഷ മലിനീകരണം സംഭവിച്ചിരുന്നു. അതിന്റെ കാരണം പോലും വോട്ട് ചോരിയാന്ന് പറഞ്ഞ വ്യക്തിയാണ്. എവിടെ അവരൊക്കെ എനിക്കറിയാൻ പാടില്ല എവിടെ. അവരൊന്നും ഇതിനെതിരെ സംസാരിച്ചിട്ട് പോലുമില്ല. പറയുമ്പോ VD സതീശൻ മാത്രം ഒന്ന് രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്രയും നാള്, അതായത് ഏപ്രിൽ 9 വോട്ട് കഴിഞ്ഞിട്ട് ഇന്ന് എത്രയാ 20 തീയതിയല്ലേ തുറന്നത്. അപ്പൊ 11 ദിവസവും ഇയാൾക്ക് ആ ഡയറി ഉള്ളത് അറിഞ്ഞില്ലേ? അന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്, അതൊരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഒരു പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു വ്യക്തി സംസാരിച്ചിട്ട് പോലും മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനും ഈ സഖാക്കളും എന്ത് കണ്ടാലും ആദ്യം പ്രതികരിക്കുകയും ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഫേസ്ബുക്കിലൂടെ കുറിക്കുകയും ചെയ്യുന്ന പലരും മൗനത്തിലാണ്. ഇത് നേരെ മറിച്ചാണെങ്കിലോ എന്തൊക്കെ പുലിവാൽ ഇവിടെ ഉണ്ടാക്കിയതിന്. അതെ, സമരം ചെയ്യും, വോട്ട് ചോരിയാന്ന് പറയും, അതാന്ന് പറയും. അപ്പൊ നോർത്ത് ഇന്ത്യ നടക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഒരു പ്രതികരണം ഉള്ളത്. പിന്നെ ഇതിനൊക്കെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ? ആദ്യമേ തന്നെ ഇപ്പൊ ശ്രീപ്രിയ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. വിധി എഴുതി, അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ശ്രീപ്രിയയുടെ മണ്ഡലത്തിൽ സ്ട്രോങ് റൂം തുറക്കണം. ആ സ്ട്രോങ് റൂം തുറന്നു കഴിയുമ്പോഴത്തേക്ക് തുറക്കുന്നതിന് മുന്നേ തന്നെ ഒന്നില്ലെങ്കിൽ ശ്രീപ്രിയക്ക് മെയിൽ അയക്കണം, അല്ലെങ്കിൽ ശ്രീപ്രിയക്ക് വരാം, അല്ലെങ്കിൽ ശ്രീപ്രിയയുടെ നേതൃത്വത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ ഏജന്റ് വരാം അവിടെ. അത് ഏത് പാർട്ടി ആണെങ്കിലും ആ ഏജന്റ് അവിടെ വരാം. പിന്നെ തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോഗ്രാഫി എടുത്തു വെച്ചിരിക്കണം. കാരണം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. ശ്രീപ്രിയ ഇല്ല. അപ്പോ നാളെ ഒരിക്കല് വോട്ട് എണ്ണിക്കഴിയുമ്പോൾ ശ്രീപ്രിയ ജയിക്കേണ്ട സ്ഥലമാണ്, പക്ഷെ അവിടെ ജയിച്ചില്ല. അതിന്റെ വ്യക്തമായ കാരണം ചിലപ്പോൾ ഇതാണെങ്കിലോ. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ വീഡിയോഗ്രാഫി വേണം. ഇതൊന്നും അവിടെ പാലിച്ചിട്ടില്ല. അപ്പൊ ശരിക്കും ആ ചട്ടങ്ങളൊക്കെ ചിലർക്ക് കാറ്റിൽ പറത്താനുള്ളതാണോ? ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നുള്ളത് അധികാരികളുടെ അടുത്തേക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അവർ ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ. മൗനം വിദ്വാനഭൂഷണം എന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് BJPയുടെ അണ്ടറിലാണെന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രചാരണം തന്നെ ഇവർ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള കുറെ കോൺഗ്രസ്സുകാരും സഖാക്കന്മാരും അതിന് കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം വരുമ്പോൾ അത് ഇലക്ഷൻ കമ്മീഷന്റെ തലയിലിടും. ഇലക്ഷൻ കമ്മീഷൻ BJPയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയാണെന്ന് പറഞ്ഞ് കാണിക്കും. ഈ എന്താ വോട്ട് ചോരി തന്നെ ഉദാഹരണത്തിന് അവരെടുത്ത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ അതിന്റെ നേതൃത്വത്തിലുള്ള ഒരാൾക്കെതിരെ വളരെ കേസ് കൊടുത്തൊക്കെ ചെയ്തതാണ്. അപ്പൊ ഈ സംഭവം ഇവിടെ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ മറ്റൊരു രീതിയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും ഇവർക്ക് അത് ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ തഹ്ലിയ പറയുന്നത് കേസ് കൊടുക്കും, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കൊടുക്കും. ശരിക്കും കേസ് കൊടുക്കട്ടെ, കാരണം കേസ് കൊടുത്താലേ അറിയാൻ പറ്റുള്ളൂ. ഒരു ചോദ്യമുണ്ട്, 11 ദിവസമായിട്ടൊരു ഡയറി എടുക്കാൻ അയാൾ ഓർമ്മിച്ചില്ലേ? അത് മാത്രല്ല, ഈ ഡയറിക്കകത്ത് എന്താണുള്ളത്? ഇത്രയും മാത്രം. ഈ 11 ദിവസം അയാൾക്ക് ഡയറി എടുക്കണ്ട. 11ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് അയാൾക്ക് ആ ഡയറി എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ മെയ് 4 തീയതി അദ്ദേഹത്തിന് കാത്തിരുന്നൂടെ? അതാണ് ആ ഡയറി ആണോ അതോ ആ റൂമിൽ ഇത്രയും ആളുകൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത ആ സ്ട്രോങ് റൂമിലെ ആ വോട്ടിംഗ് മെഷീൻ ആണോ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കേണ്ടത്? ഏതോ ഒരു മനുഷ്യന്റെ ഡയറിക്കാണോ അതോ ആ വോട്ടിംഗ് മെഷീൻ ആണോ പ്രാതിനിധ്യം കൊടുക്കേണ്ടത്? ശരിക്കും പറഞ്ഞ ഒരു ഡയറിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സ്ട്രോങ് റൂം തുറക്കുന്നു എന്ന് പറയുന്നത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ ഇതെന്താണ്, ഇത് നമ്മുടെ കൊച്ചു കേരളത്തിലാണോ നടക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നടക്കുന്നില്ല, പക്ഷെ നടക്കുമെന്ന് വ്യക്തമായിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഈ കോൺഗ്രസ്സുകാരും CPM പറയുന്നത് CJP ഡീൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് കോൺഗ്രസ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരും BJP തമ്മിൽ ഡീലാണ്. ഇത് തന്നെ തിരിച്ചെടുത്ത് പറയുന്നത് കോൺഗ്രസ്സുകാരും BJP തമ്മിൽ ഡീലാണെന്നാണ് പറയുന്നത്. ശരി, ഇതൊക്കെ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇവര് വോട്ട് ചോരി എന്ന് പറയും. ഇപ്പൊ ഭരിക്കുന്ന ആരാണെന്നത് ഇവര് കമ്മ്യൂണിസ്റ്റുകാരല്ലേ ഭരിക്കുന്നത്. സംസ്ഥാന സർക്കാർ CPM ആണ്. അപ്പൊ അവർക്ക് ഇതിനെതിരെ പ്രതികരിച്ചൂടെ? അവരുടെ മൂക്കിന് താഴെയല്ലേ ഈ സംഭവം തന്നെ. ശരിക്കും പറഞ്ഞാൽ നിയുക്ത മുഖ്യമന്ത്രി ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ്. കാരണം മെയ് 4 ശേഷമാണ് ആര് വിജയിക്കും, ആര് മന്ത്രിയാകുമെന്ന് നമുക്ക് അറിയിക്കാൻ പറ്റും. ഇപ്പോഴും നമുക്കൊരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ സമീപിക്കേണ്ട ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട ഏതാണോ വകുപ്പ് ആ മന്ത്രി തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവര് വയനാട് വിള്ളല് വീണു എന്ന് പറഞ്ഞിട്ട് ചുരണ്ടി നോക്കാനായിട്ട് K. രാജന് വരേണ്ട കാര്യമുണ്ടോ?
ഇല്ലല്ലോ. അനാവശ്യമായിട്ട് ചുരണ്ടി നോക്കാനും വിള്ളല് നോക്കാനും അതിന്റെ കിരിഞ്ഞിരിക്കുന്ന ചോർച്ചിന് കിരിഞ്ഞിറങ്ങുന്ന പേരെന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യാൻ ഇവർക്ക് സാധിക്കും. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് മിണ്ടില്ല. അതാണോ സഖാക്കൾ ചെയ്യേണ്ടത്? എന്താണെങ്കിലും ഈ ഒരു കാര്യത്തില് വളരെ വലിയൊരു തീരുമാനം എടുക്കേണ്ടതാണ്. അധികാരികൾ, വേണ്ടപ്പെട്ടവർ ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലെ. നമുക്ക് പറയാം. അത് തന്നെ. ഇനി ഇതുപോലെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കാരണം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോ ഫാത്തിമ തകളിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് ഫാത്തിമ തകളിയ എന്താണ് പരാജയം ഉറപ്പാക്കിയിട്ട് കളിക്കുന്ന പൊറാട്ട നാടകമാണെന്ന്. അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ നമ്മൾക്ക് ഒരു വീക്ഷണകോണിലൂടെ നോക്കാൻ പറ്റുള്ളൂ. മെയ് 4-ാം തീയതി റിസൾട്ട് വരാനിരിക്കുമ്പോൾ വെറും ഒരു ഡയറിയുടെ പേരിൽ ആ റൂം തുറക്കേണ്ട കാര്യമില്ല. അത് തെറ്റ് തന്നെയാണ്. തുറക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ട് സ്ട്രോങ് റൂമിൽ അവിടെ വച്ചിട്ടുണ്ട്. അതായത് അവിടെ വെറും ഒരു സാധനമല്ല, പല അതിന്റെ വോട്ടിംഗ് മെഷീനാണ് അവിടെ കൊണ്ട് വച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു പ്രാതിനിധ്യം കൊടുക്കണം. അതിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തുറക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു തെറ്റ് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞ് ഏത് പാർട്ടിയാണെങ്കിലും ഏതതാണെങ്കിലും ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും എനിക്കും നിനക്കും ഒക്കെ നമുക്ക് പറയാം ഇതൊരു തെറ്റ് തന്നെയാണ്. ഈ തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നവര് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് ഈ തെറ്റ് സംഭവിച്ചു എന്ന് ഇനി ചൂണ്ടിക്കാണിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പൊ അവരത് കാണിക്കട്ടെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായും.